അല്ല കൃഷ്ണേ, ഇനി എന്താ പരിപാടി? എത്രയും വേഗം നമുക്കിവിടുന്ന് പോണം. അവളിവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കാന്ന് തോന്നുന്നു. അതിനു മുമ്പ് എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണം. ആ മോളിക്കുട്ടി, നമുക്ക് പോയി വേഗം ഡ്രസ്സ് എടുത്തോണ്ട് വരാം. എന്നിട്ടേ വേഗം സ്ഥലം വിടാം. വാ. ഈ പൂജ കഴിയുന്നതോടെ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങും. എന്റെ നാഗദൈവങ്ങളെ, ഞാൻ ഭക്തിയോടെ വരച്ച ഈ കളത്തിലേക്ക് വന്ന് അനുഗ്രഹമായിട്ട് നിറഞ്ഞാടണമേ. എല്ലാ ദോഷങ്ങളും അകറ്റി അനുഗ്രഹവും ഐശ്വര്യവും നൽകി ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. മോളെ, ഗംഭീരമായിരിക്കുന്നു. ഓരോ വരയിലും കൈപുണ്യവും ഭക്തിയും അങ്ങനെ ചേർത്ത് വച്ചിരിക്കുകയല്ലേ. എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് തിരുമേനി. എന്താ കുട്ടി പറയുന്നേ? അനന്തനും വാസുകിയും തക്ഷകനും കാർക്കോടകനും മാത്രമല്ല, പാതാളനാഗവും മണിനാഗവും എല്ലാം ഇന്നീ കളത്തിൽ വന്ന് നിറഞ്ഞാടും. ഈ വരച്ചു വച്ചിരിക്കുന്നത് വെറും സർപ്പക്കളമല്ലല്ലോ, നാഗചൈതന്യം തന്നെയല്ലേ. കുട്ടിക്ക് നാഗദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടാവും. എനിക്കിതൊരു സമർപ്പണം മാത്രം, ബാക്കിയെല്ലാം നാഗദൈവങ്ങളുടെ അനുഗ്രഹം. അത്രേ ഉള്ളൂ. തിരുമേനി, മഹാദാമ്പത്യ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ചടങ്ങുകൾ ആരംഭിക്കാം. ഓ ആയിക്കോട്ടെ. ഓ, നാഗദൈവങ്ങളെ അനുഗ്രഹിക്കണേ. ഇത്രയും ദൂരം നിങ്ങളെ വിളിച്ചു വരുത്തിയത് കാര്യം ഗൗരവമുള്ളതായതുകൊണ്ടാ. ഏകദേശം ഒരു ധാരണ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി മാഡം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. പറയാനൊന്നുമില്ല. മൂർത്തി ഒരുത്തെ കാണിച്ചു തരും. അവളെ ഈ പൂജക്കിടയിൽ നിന്ന് പൊക്കണം, എവിടെയെങ്കിലും കൊണ്ടേ പൂട്ടിയിടണം. പൂജ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കാടിനകത്ത് വെച്ച് തീർക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഒരു പിഴവും സംഭവിക്കരുത്. ഇല്ല മാഡം, ഒരു പിഴവും സംഭവിക്കില്ല. ഇത്രയും സൗകര്യമുള്ളൊരു അന്തരീക്ഷം പിന്നീട് കിട്ടില്ല. ടെൻഷനൊന്നും വേണ്ട മാഡം, എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിരിക്കും. പക്ഷെ മാഡം, ഇവരാ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഇതന്നെ ആള്. ഞാൻ മൂർത്തിയുടെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ശരി മാഡം. അവള് മരിക്കുന്നത് എന്റെ കൺമുന്നിൽ വെച്ചായിരിക്കണം. അവളുടെ ജീവൻ പോകുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എന്നോട് കാണിച്ച അഹങ്കാരത്തിനുള്ള ശിക്ഷയായിട്ടാണ് അവൾ ഇത് അനുഭവിക്കുന്നതെന്ന് അവൾ അറിയണം. അനന്തന ചേരുടെ വെത്തയാക്കി ആനന്ദമാം ശയിക്കും ദേവാതിരുപാദം നമിച്ചിടുന്നു. കൽപ്പാതനാടിലുള്ള സൂര്യപ്രഭയ്ക്കൊക്കുന്ന ദീപ്തിയോടെ സർപ്പമാകുന്ന വള്ളി മെത്തെ അതിൽ വിഷ്ണു ശയിച്ചിടുന്നു. അതെ, എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥനയോടെ പൂജാകുംഭം എടുത്ത് കളത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരമശിവതപസ്സേ ജഗദീശ്വരാകിര മകൾ വല്ലഭനേ കാരുണ്യസാഗരാനി സരസിജാ പാദയുക്തം
സകല നാഗദോഷങ്ങളും തലമുറ ദോഷങ്ങളും എല്ലാം മാറാൻ നാഗദീപങ്ങളോട് പ്രാർത്ഥിച്ച് കുംഭം കളത്തിൽ വെച്ചോളൂ. അല്ല കൃഷ്ണേ, ഇനി എന്താ പരിപാടി? എത്രയും വേഗം നമുക്കിവിടുന്ന് പോണം. അവളിവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കാന്ന് തോന്നുന്നു. അതിനു മുമ്പ് എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണം. ആ മോളിക്കുട്ടി, നമുക്ക് പോയി വേഗം ഡ്രസ്സ് എടുത്തോണ്ട് വരാം. എന്നിട്ടേ വേഗം സ്ഥലം വിടാം. വാ. വേഗം വാ. ഈശ്വര, കൃഷ്ണ അപകടത്തിലേക്ക് പോകുന്ന ഗുണ്ടകൾ അവളുടെ പിന്നാലെ തന്നെ ഉണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വിവരം അറിയിക്കണമല്ലോ.